ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യം വൻ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിലൂടെ അസാധാരണ നേട്ടമാണ് സംസ്ഥാനം കൈവരിച്ചതെന്ന് മന്ത്രി എം ബി രാജേഷ്. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഉത്സവത്തിനും മേടമാസ വിഷുപൂജകൾക്കുമായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം തുറക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യം വൻ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ഹരിയാനയിലെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2013-14 കാലയളവിൽ ആരോഗ്യമേഖലയ്ക്കുള്ള കേന്ദ്ര ബജറ്റ് വിഹിതം 37,000 കോടി രൂപയായിരുന്നുവെന്നും 2025-26 കാലയളവിൽ ഇത് 1.37 ലക്ഷം കോടി രൂപയായിരിക്കുമെന്നും ശ്രീ ഷാ പറഞ്ഞു. രാജ്യത്ത് 7 എയിംസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 23 എണ്ണം ഉണ്ടെന്നും മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387-ൽ നിന്ന് 766 വർദ്ധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേന്ദ്ര സർക്കാർ 25 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദരിദ്രർക്കായി 4 കോടി വീടുകൾ നിർമ്മിച്ചുവെന്നും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിലൂടെ അസാധാരണ നേട്ടമാണ് സംസ്ഥാനം കൈവരിച്ചതെന്ന് മന്ത്രി എം ബി രാജേഷ്. ജനകീയാസൂത്രണം, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം എന്നിവയ്ക്ക് ശേഷം ഏറ്റവും ജനകീയമായി നടന്ന ക്യാമ്പയിനാണ് ഇതിനായി സംഘടിപ്പിച്ചതെന്നും മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. മാലിന്യ കൂനകളില്ലാത്ത സംസ്ഥാനമെന്ന ലക്ഷ്യം നേടുമെന്നും എല്ലാത്തരം മാലിന്യത്തിന്റെയും സംസ്കരണം, ഡിജിറ്റൽ ട്രാക്കിംഗ്, പുനഃചംക്രമണ പാർക്കുകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൌഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചുമായിരുന്നു ആഘോഷങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് അതിജീവനത്തിന്റെ പെരുന്നാൾ. സ്വന്തം നാടും ഉറ്റവരും നഷ്ടപ്പെട്ട വേദനകൾ ഉള്ളിലൊതുക്കി ചൂരൽമല ജുമാ മസ്ജിദിൽ അവർ വീണ്ടും ഒത്തുകൂടി. വൈകാരികമായ രംഗങ്ങളാണ് പള്ളിയിലും ശ്മശാനത്തും കണ്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഇത് അതിജീവനത്തിന്റെ പെരുന്നാളാണ്. തങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു രാത്രിയിൽ പ്രകൃതി സംഹാരമാടി കടന്നുപോയതിനു ശേഷമുള്ള ആദ്യ പെരുന്നാളായിരുന്നു ഇത്. പ്രതീക്ഷയുടെ തക്ബീർ ധ്വനികൾ ഉയർന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദനകൾ അവരുടെ മുഖത്തുണ്ടായിരുന്നു. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെ ഒത്തുചേരൽ വൈകാരിക നിമിഷങ്ങൾക്കാണ് സാക്ഷിയായത്. നിറ കണ്ണുകളോടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന ചൊല്ലിയാണ് ഇവർ മടങ്ങിയത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി കൊച്ചിയിലെ ഈദ് നമസ്കാരം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ബാനർ ഉയർത്തിയായിരുന്നു ഈദ് പ്രഭാഷണം. കൊച്ചിയിൽ മറൈൻ ഡ്രൈവ്, കല്ലൂർ സ്റ്റേഡിയം, വിവിധ പള്ളികൾ തുടങ്ങിയ ഇടങ്ങളിൽ ഈദ് നമസ്കാരമുണ്ടായിരുന്നു. ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിരക്ക് വർധനകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഭൂനികുതിയിൽ 50% വർധനവും 23 ഇനം കോടതി ഫീസുകളും വർദ്ധിക്കും. 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി 1350 രൂപയാകും. 750 കിലോഗ്രാം വരെയുള്ള സ്വകാര്യ കാറിന് 9600 രൂപയായി നികുതി ഉയർത്തി. ഇരുചക്ര, മുച്ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴികെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലുള്ള 5% നികുതിയിൽ നിന്ന് വാഹനത്തിന്റെ വില അനുസരിച്ച് വർധന വരുത്തിയിട്ടുണ്ട്. നാളെ സംസ്ഥാനത്തെ ട്രഷറികൾ തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനാചരണത്തോടനുബന്ധിച്ച് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ റൺ ഫോർ ഓട്ടിസം മാരത്തോണും വാക്കത്തോണും സംഘടിപ്പിക്കും. നാളെ രാവിലെ 7:30 ഇരിങ്ങാലക്കുട ടൌൺ ഹാളിലാണ് പരിപാടി. ഇതോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും സംവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കും.
ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. പോയിന്റ് പട്ടികയിൽ മോഹൻ ബഗാനും ഗോവയുമാണ് 1-2 സ്ഥാനങ്ങളിൽ. 2 പാദങ്ങളായി 4 സെമി ഫൈനൽ മത്സരങ്ങളാണുള്ളത്. സെമിയിൽ ഗോവ ബംഗളൂരുവിനെയും മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെയും നേരിടും. 12-നാണ് ഫൈനൽ. ATP ഡബിൾസ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ടെന്നീസ് താരം യുകി ഭാംബ്രി 26ാം സ്ഥാനം നേടി. ഇതോടെ ഡബിൾസിൽ ഇന്ത്യയുടെ 1ാം നമ്പർ താരമായിരുന്ന രോഹൺ ബൊപ്പണ്ണയെ പിന്തള്ളി യുകി ഭാംബ്രി മുന്നിലെത്തി. 2025 ഹീറോ ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിന് ബീഹാർ ആതിഥേയത്വം വഹിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഹോക്കി ഇന്ത്യയും ബീഹാർ സ്റ്റേറ്റ് സ്പോർട്സ് അതോറിറ്റിയും പാട്നയിൽ ഒപ്പുവച്ചു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് മത്സരങ്ങൾ. ദക്ഷിണ കൊറിയ, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ 8 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ഉത്സവത്തിനും മേടമാസ വിഷു പൂജകൾക്കുമായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 4-ന് തുറക്കും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമലയിൽ നാളെ തുറക്കുന്ന നട തുടർച്ചയായി 18 ദിവസം തുറന്നിരിക്കും. ഏപ്രിൽ 2-ന് രാവിലെ കൊടിയേറ്റു ചടങ്ങ് നടക്കും. 10-ന് രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ട നടക്കും. ഏപ്രിൽ 11-ന് രാവിലെ പമ്പയിൽ ദേവന് ആറാട്ട് നടക്കും. അന്ന് വൈകിട്ട് സന്നിധാനത്ത് കൊടിയിറക്കും നടക്കും. വിഷുദിനത്തിൽ രാവിലെ 4 മുതൽ 7 വരെ വിഷുക്കണി ദർശനവും തുടർന്ന് 7 മുതൽ അഭിഷേകങ്ങളും പൂജകളും നടക്കും. ഏപ്രിൽ 18-ന് നടയടയ്ക്കും. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉദ്ഘാടന പതിപ്പിൽ ശക്തമായ വരവിന് ഒരുങ്ങുകയാണ് വേവ്സ് ബസാർ. കേന്ദ്ര സർക്കാരാണ് മാധ്യമ വിനോദ മേഖലയിലെ നാഴികക്കല്ലായ പ്രഥമ ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് ഒരുക്കുന്നത്. മെയ് 1 മുതൽ 4 വരെ നടക്കുന്ന വേവ്സ് ഉച്ചകോടിയിൽ സിനിമ, ടിവി, ആനിമേഷൻ, വിഎഫ്എക്സ്, ഗെയിമിംഗ്, കോമിക്സ് മേഖലകളിലെ വ്യവസായ പ്രമുഖർ ഒന്നിക്കും. ഇന്ത്യയെ ഒരു ആഗോള ഉള്ളടക്ക നിർമ്മാണ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേവ്സിന്റെ സംഘാടനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലം ഉമയനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആനവാൽ പിടി ചടങ്ങ് നടന്നു. കനത്ത ചൂടിനെ അവഗണിച്ച് നിരവധി ഭക്തരും ആനപ്രേമികളും സാക്ഷിയായി. യാതൊരു ബന്ധനവുമില്ലാതെ ഓടുന്ന ആനയുടെ വാലിൽ വ്രതം നോറ്റ ഭക്തർ തൊട്ടുതൊഴുതുന്നതാണ് ആനവാൽ പിടി ചടങ്ങ്. പത്തനംതിട്ടയിൽ പെട്രോൾ പമ്പിന് സമീപം ട്രെയിലർ ലോറിയുടെ ടയറിന് തീപിടിച്ചു. ഉച്ചയോടെയാണ് സംഭവം. 22 വീലുള്ള വലിയ ട്രക്കിന്റെ ടയറുകളാണ് കത്തിയത്. പെട്രോൾ പമ്പിലെ ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ച് തീകെടുത്താനുള്ള ശ്രമം വിജയിച്ചില്ല. തുടർന്ന് അഗ്നിശമന സേനയെത്തി തീയണച്ചതോടെ അപകടം ഒഴിവായി. കേരള സർവകലാശാല ആസ്ഥാനത്ത് 5 ദിവസമായി നടക്കുന്ന ഭരത് മുരളി നാടകോത്സവത്തിന് കൊടിയിറക്കം. പാളയം സെനറ്റ് ഹാളിൽ നടക്കുന്ന സമാപന ചടങ്ങിന് ശേഷം കേരള സംഗീത നാടക അക്കാദമി അമച്വർ നാടക മത്സരത്തിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പിന്റെ മാടൻ മോക്ഷം, കൊല്ലം പ്രകാശ് കലാകേന്ദ്രം ബാലവേദി അവതരിപ്പിക്കുന്ന 10D റാപ്പേഴ്സ് എന്നീ നാടകങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 3057 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 107 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 117 പേരെ അറസ്റ്റ് ചെയ്തു. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന അവധിക്കാല ക്ലാസുകളുടെ പ്രവേശനോത്സവം നാളെ വൈകുന്നേരം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. VK പ്രശാന്ത് MLA അധ്യക്ഷത വഹിക്കും. 2 മാസക്കാലത്തെ ക്ലാസുകളിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ കുട്ടികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ സംവദിക്കും. വയോജന സദസ്സ്, പാരന്റ്സ് ഡേ, ഫുഡ് ഫെസ്റ്റ്, ടോയ് ഫെസ്റ്റ്, ബാലസാഹിത്യ പുസ്തകമേള എന്നീ പരിപാടികളുമുണ്ടായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്സ് എക്കണോമിക് ഫോറം പോർട്ടൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യം വൻ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അമിത് ഷാ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിലൂടെ അസാധാരണ നേട്ടമാണ് സംസ്ഥാനം കൈവരിച്ചതെന്ന് മന്ത്രി MB രാജേഷ്. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഉത്സവത്തിനും മേടമാസ വിഷു പൂജകൾക്കുമായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം തുറക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.